ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കപ്പേൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എസ്പെഷ്യലി ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോഴിപ്പാട്സിൻ്റെ റോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കുരുമുളകിട്ട് വരട്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതാ കുറച്ച് കോഴിപ്പാട്സ് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോഴിമുട്ടയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലിടുന്നില്ല. ഇനി കോഴിമുട്ടയൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഒരു 4 വിസിലിന് ശേഷം പിന്നെ കോഴിമുട്ട ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കാരണം 4 വിസിലാകുമ്പോൾ തന്നെ കോഴിമുട്ട നന്നാക്കി ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ആഡ് ചെയ്യും. ചെറിയൊരു സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇതിൽ നമ്മൾ കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇത് ഞാൻ നന്നാക്കി മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം ഒരു 4 വിസിലിനാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ട ഉള്ളി അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ട് 2 ഉള്ളിയാണ് എടുത്തത്. 2 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകും, ചെറിയൊരു പീസ് ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഉള്ളിയൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിലും നമുക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോഴേക്കും നമ്മുടെ കോഴിപ്പാട്സ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ചുള വെളുത്തുള്ളി, പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി പാർട്സിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ പാർട്സിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 2 ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് പകുതിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി പാർട്സിൽ കുറേ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ മാറ്റി വയ്ക്കുക. ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ ഇതൊന്ന് നന്നാക്കി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നു. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച മസാലയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം നല്ല അടിപൊളി സ്മെല്ലാണ്. ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും കൂടെ ഒരു സൂപ്പറാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാൻ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പാർട്സ് റോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാട്ടോ നമ്മൾ ഈ ഇലയിലേക്ക് വിളമ്പുമ്പോൾ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കുരുമുളകൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ റോസ്റ്റാണ് കേട്ടോ ഇത് പൊറോട്ടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ കപ്പയ്ക്കും കൂട്ടി കഴിക്കാൻ ഒരു അടിപൊളി റോസ്റ്റാണ്. ഇനി ഇതിലേക്കുള്ള കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. 2 പപ്പടമാണ്. അപ്പോൾ
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് കുറച്ച് സ്പൈസി ആയ കറിയാണ്. ഇനി കുറച്ച് സ്പൈസി കുറയ്ക്കണമെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ എമൗണ്ട് കുറച്ചൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.